സുഷമ എസ് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അവലൂസ് പൊടിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും, കഴിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതൊരു വെറൈറ്റിയാണ്. നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം, ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവലൂസ് പൊടിക്കേണ്ട സാധനങ്ങൾ: ഇത് 1/2 കിലോ അരിയുടെ പൊടിയാണ്. ഞാൻ മിക്സി പൊടിച്ചതാണ്, കുതിർത്തിട്ട് 6 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിൽ പൊടിച്ചതാണിത്. അതിന് ഒരു തേങ്ങയാണ്. 1 കിലോ അരിക്ക് 2 തേങ്ങ വേണം. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. അപ്പം നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് വെക്കണം അവലൂസ് പൊടിക്ക്. ഇത് 6 മണിക്കൂർ കുതിർത്തതിന് ശേഷം പൊടിച്ച അരിയാണ്. പുട്ടിൻ്റെ അരിപ്പയിലാണ് അരിച്ചിരിക്കുന്നത്. ഒത്തിരി വലിയ തരിയാകുകയും ചെയ്യരുത്. ഒരു പിഞ്ച് ഉപ്പും കൂടി ഞാൻ കൂടെ ചേർക്കുകയാണ്. ഇത്രയും മാത്രം, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ കുഴയ്ക്കുന്നതിനകത്തേക്ക് നമ്മൾ ചെറിയ ജീരകം കൂടെ ചേർത്ത്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. 10 ഏലക്കയുടെ മണി എടുത്തതാണ് ഞാനിത്. ഇതെല്ലാം വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടാനുള്ളതാണ്, ഇട്ട് വറക്കാനുള്ളതാണ്. നല്ലതുപോലെ കുഴച്ച് ഈ തേങ്ങാപ്പാൽ നല്ലതുപോലെ ഈ പൊടിയിലേക്ക് പിടിക്കണം. തേങ്ങാപ്പാൽ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ്. ഇത് നന്നായി കുഴച്ചിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ ഈ തേങ്ങാപ്പാലൊക്കെ ഇത് പിടിക്കുക. ഇനി ഇതിങ്ങനെ തട്ടിപ്പൊത്തി ഒരു 2 മണിക്കൂർ അങ്ങ് വയ്ക്കാം. അപ്പോഴിതിൻ്റെ ഇതിൻ്റെ പാലെല്ലാം ഇതിലേക്ക് ചേരും. ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ളതാണ് കറുത്ത എള്ള്, വെള്ള എള്ള്, സാംജീരകം. ഇത്രയും. അത് നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ചേർക്കത്തില്ല, അത് ലാസ്റ്റേ ചേർക്കുകയുള്ളൂ. നമ്മൾ വറുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചേർക്കുകയുള്ളൂ. ഇതിങ്ങനെ 2 മണിക്കൂർ ഇരിക്കട്ടെ. നമ്മളിത് പൊടി കുഴച്ച് വെച്ചതിന് ശേഷം 2 മണിക്കൂറായിട്ടുണ്ട്. 2 മണിക്കൂറായപ്പോഴത്തേക്ക് തേങ്ങ നല്ലപോലെ നമ്മൾ ഞെരടി കുഴച്ചാണ് വെച്ചിരിക്കുന്നത്. അത് കാരണം തേങ്ങാപ്പാൽ നല്ലതുപോലെ അരിയിൽ പിടിച്ചിട്ടുണ്ട്. പൊടി കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഉപ്പ്, ജീരകം, ഏലക്ക എന്നിവ ചേർത്തിട്ടാണ് പൊടി കുഴച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഒന്നിച്ചിട്ട് വറക്കാവുന്നതേ ഉള്ളൂ. 1/2 കിലോ അരി ഒരു തേങ്ങയാണ്. അതിനുള്ള വിസ്തീർണമുണ്ട് പാത്രത്തിന്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചിട്ട് വറക്കാം. നല്ലതുപോലെ ഇളക്കി നിർത്താതെ ഇളക്കണം. അടി പിടിക്കരുത്. നോൺ സ്റ്റിക്കിൻ്റെ അടി പിടിക്കത്തില്ല, എന്നിരുന്നാലും കരിയാൻ സാധ്യതയുണ്ട്. പൊടി അടിയിൽ ചെന്ന് കരിഞ്ഞു നിൽക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നന്നായി ഇളക്കണം. ഇത് നമുക്ക് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം ഇരിക്കും. പിന്നെ അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ ഒരു പലഹാരമാണ്. ആരെങ്കിലും ഗസ്റ്റ് വന്നിരുന്നാലും എടുത്ത് കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ വായിലിട്ട് നിറയെ കയറാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ശകലം പാലൊഴിച്ച് ഒന്ന് കുഴച്ച് ചെറുതായിട്ടൊന്ന്, കാരണം ആ പൊടിയുടെ കൂടുതൽ ആ പറക്കുന്ന ഇതൊന്ന് നിർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ഇച്ചിരി പാലൊഴിച്ചൊന്ന് ഇളക്കിയിട്ടങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ കുഞ്ഞുങ്ങൾ നല്ലതുപോലെ കഴിച്ചോളും. നമ്മൾ ചെറുതായിട്ട് നേരിയ മധുരം ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ലതുമാണ്. ഇതിനകത്തൊന്നും ഒരു കെമിക്കലും ഇല്ലാത്തതാണ്. നമ്മൾ യാതൊരു സാധനങ്ങളും കെമിക്കലായിട്ടൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോഴിത് ഉപയോഗിക്കാൻ നല്ലതാണ്, കേടില്ല. നമുക്ക് ഒരു നാച്ചുറൽ ഫുഡ് തന്നെയാണിത്. കഴിക്കാൻ നല്ലതാണ്, ടേസ്റ്റും ഉണ്ട്.
നമ്മളിത് 35 മിനിറ്റോളം ഞാനിപ്പോൾ ഇത് ഇളക്കിയിട്ടുണ്ട്. ഇപ്പോഴിതുവരെ ഒരുവിധം പാകമായി വന്നിട്ടുണ്ട്. നല്ലോണം പാകമായിട്ടുണ്ട്. പാകമായി കഴിയുമ്പോൾ നമുക്കിത് തണുക്കാനായിട്ട് ഒരു മുറത്തിനകത്തൊരു പേപ്പർ വെച്ച് അതിലേക്ക് ഞാൻ കുടഞ്ഞിട്ടു. ഇനി അത് നമുക്ക് നിരത്തി വയ്ക്കാം. നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് ആ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായി വരുമ്പോൾ ആ പാൻ തന്നെ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് എള്ളിട്ട് കൊടുക്കാം. എള്ള് നിർത്താതെ ഇളക്കണം. അതല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയി കിടന്ന് കരിയാതിരിക്കാൻ വേണ്ടി നിർത്താതെ നമുക്ക് ഇളക്കാം. ഇതിലേക്ക് തന്നെ ഇത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. എള്ള് നല്ലോണം പൊട്ടാൻ തുടങ്ങി. വെളുത്ത എള്ളിടുകയാണ്. വെളുത്ത എള്ളും ഇട്ട് അതും പൊട്ടി തുടങ്ങുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് സാംജീരകം ചേർക്കണം. അതും നമുക്ക് നല്ലോണം ഇളക്കി ഇതെല്ലാം കൂടി ഒന്നിച്ചൊന്ന് മൂത്ത് വരണം. നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായി ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫാക്കിയിടാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ഇടത്തരം ജാറെടുത്ത് ആ ജാറിനകത്തേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവലോസ് പൊടി എടുത്ത് കോരിയിടാം. അതിനകത്തേക്ക് ഞാൻ 3 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ടുണ്ട്. പഞ്ചസാരയും കൂടെ ചേർത്താണിത് പൊടിക്കുന്നത്. നേരിയ മധുരത്തിനാണ്, ഒരുപാട് മധുരം ചേർക്കുന്നില്ല, ഒരു നേരിയ മധുരം. കാരണം അതിൻ്റെ രുചി ഒന്ന് എടുത്തറിയാൻ വേണ്ടി മാത്രം. അതിലേക്ക് കുടഞ്ഞിടുകയാണ്. അതായത് നമ്മൾ ആദ്യം വറുത്ത് വെച്ച എള്ള്, കറുത്ത എള്ള്, വെള്ള എള്ള്, സാംജീരകം, അതിനകത്തേക്കാണ് ഞാനിപ്പോൾ ഇത് കുടഞ്ഞിടുന്നത്. ശേഷം ബാക്കിയുള്ള ഇതും കൂടെ നമുക്ക് പൊടിക്കാം. അതും കൂടെ നമുക്ക് പൊടിച്ച് അതും കൂടെ ചേർത്ത് ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതായത് ഏലക്കയുടെ, ജീരകത്തിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ ആ എള്ളും 2 സൈസ് എള്ളും സാംജീരകവും ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലേക്ക് നല്ലോണം ഇളക്കി കൂട്ടി ശരിക്ക് എങ്ങും ആകാതിരിക്കരുത്, എല്ലായിടും ആക്കുക. വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയാണ്. നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. എന്ത് ജോലി തിരക്കുണ്ടെങ്കിലും നമുക്കിത് കുറച്ച് നേരം പരിശ്രമിച്ചാൽ നല്ലൊരു ഫുഡായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിൻ്റെ കളർ കണ്ടില്ലേ, അതിനകത്ത് എള്ള് ഒക്കെ കിടക്കുന്ന കണ്ടാൽ നല്ല ഭംഗി തോന്നിക്കും.